അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറാത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു സംശയം. സാധാരണ സ്ത്രീകൾക്ക് ആഭരണമൊക്കെ യൂസ് ചെയ്യാമല്ലോ, സ്വർണത്തിൻ്റെ എല്ലാ ആഭരണവും സാധാരണ സ്ത്രീകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കാലിലും സാധാരണ പാൽസരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ പാൽസരം സ്ത്രീകൾ സാധാരണ ഇടുന്നതാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ചെറിയ സംസാരം ഇങ്ങനെ സ്ത്രീകളുടെ ഇടയിലൊക്കെ ഉണ്ട്, ഈ കാലിന്മ സ്വർണത്തിൻ്റെ പാൽസരം ഇടാൻ പറ്റൂല. കാരണം വെച്ചാൽ കാലിപ്പോൾ നമ്മൾ നിലത്ത് നടക്കുന്നതാണ്, ചളിയിലും പല സ്ഥലത്ത് നമ്മൾ ചവിട്ടുന്നൊക്കെ അല്ലേ. അപ്പോൾ സ്വർണ്ണാഭരണം കാലിന്മ പാൽസരം സ്വർണത്തിൻ്റെ യൂസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അങ്ങനെ വല്ല ഇതും ഉണ്ടോ? ഉലമാ അങ്ങനെ ഇമാമിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് കാൽമ സ്വർണത്തിൻ്റെ ഇടാൻ പറ്റൂല എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെള്ളിൻ്റെതായാലും സ്വർണത്തിൻ്റെ ആയാലും ഒരുവിധം ആഭരണങ്ങളൊക്കെ അവർക്ക് അനുവദിക്കുന്നതാണ്. പാദസരവും അതുപോലെ തന്നെയാണ്. അത് ധരിക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ധരിക്കാം, അത് അനുവദിക്കും എന്ന് വ്യക്തമായിട്ട് ഉലമാ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ പിന്നെ ഓരോരുത്തരും അനുമാനങ്ങൾ. അതായത് സ്വർണ്ണല്ലേ, അപ്പോൾ സ്വർണം കാലുമ്മലോ, അപ്പോൾ സ്വർണ്ണ വിചാരിച്ച് കാലുമ്മൽ അതൊരു ആഭരണല്ലേ. ഏതായാലും അങ്ങനെ ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് അനുവദിക്കുമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എടുത്തു പറയുന്നുണ്ട്. ഇസ്രാഫ് വേണ്ട, അതായത് ഒരു അമിതമായി എന്നുള്ളത് ഉണ്ടാവുമല്ലോ, ആ രൂപത്തിലാവണ്ട. അല്ലാതെ ഓരോരുത്തരുടെയും ഇതിന് തോതനുസരിച്ച് കൊണ്ട് അവർക്ക് പാദസരം ധരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മീനിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം എന്ത് വിലക്ക്? മഖ്ദൂം തങ്ങളുടെ ഫത്ഹുൽ മീനിൻ്റെ 184 പേജിൽ വയഹില്ലു ദഹബു വൽ ഫില്ലത്തു, ഇപ്പോൾ സ്വർണ്ണാകട്ടെ വെള്ളിയാകട്ടെ അത് അനുവദിക്കും, അനുവദനീയാകും. ബിലാ സറഫിൻ, അമിതം വേണ്ട, അമിതമായിട്ടാവരുത്, അല്ലാതെ ഒരു മിതമായ രൂപത്തിൽ അതൊക്കെ അനുവദിക്കും. ആർക്ക്? ലിംറഅത്തിൻ, സ്ത്രീകൾ. കണ്ടോ? അപ്പൊ സ്ത്രീകൾക്ക് ഇതൊക്കെ മിതമായ രൂപത്തിൽ അനുവദിക്കും. എന്നിട്ട് പറഞ്ഞു ഇജ്മാഅൻ, അത് പണ്ഡിത ഏകോപനാണ്. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, ഏകോപനുണ്ട്, അവരൊക്കെ ഒത്തു സംഭവിച്ച കാര്യമാണ് ഇതൊക്കെ. എവിടൊക്കെ? ഫി നഹവി സിവാരി വൽ ഖൽഖാലി. ഉണ്ടോ? ഖൽഖാൽ പോലത്തെ, ഖൽഖാൽ പറഞ്ഞാൽ പാദസരാണ്. ഖൽഖാൽ എന്ന് പറഞ്ഞാൽ ആ പാദസരം സ്ത്രീകൾക്ക് ധരിക്കുക, അത് വെള്ളിൻ്റെതായാലും സ്വർണത്തിൻ്റെ ആയാലും പറ്റും, അമിതം വേണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഖൽഖാല് എന്ന് പറഞ്ഞാൽ കാലിന്മേലിടുന്ന ഒരു ആഭരണത്തിനേക്കാണ് പറയാ എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ പറയുന്ന ഫത്ഹുൽ മീൻ വിശദീകരിച്ചു കൊടുത്ത് ഈ ആനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ആനത്തിൻ്റെ 2-ാം വാള്യം ഇതിൻ്റെ 264 പേജിൽ ഉണ്ടോ? ഇപ്പൊ ഖൽഖാൽ എന്ന് പറയുമ്പം അവിടെ ഇതൊരു വലിയൊരു ആഭരണമാണ്. എന്നിട്ട് പറഞ്ഞു യുൽബസു ഫി സാഖി, സാക്കണ തണ്ടങ്കാല് എന്നാ, ആ കാലിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന, അതിനാണ് ഈ പറയുന്ന തണ്ടങ്കാല്. അവിടെ ധരിക്കുന്ന ഒരു ആഭരണമാണ് ഖൽഖാല്, അത് പാദസരാണ്. ആ പാദസരം സ്വർണത്തിൻ്റെതാണെങ്കിലും വെള്ളിയുടേതാണെങ്കിലും അമിതമല്ലാത്ത രൂപത്തിൽ അത് സ്ത്രീകൾക്ക് അനുവദിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഇന്നിപ്പോൾ സ്വർണത്തിന് വലിയ വിലയുണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുണ്ട്, പ്രൗഢിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടൊരു സംഗതി അത് ധരിക്കാൻ പാടില്ല, സ്വർണ്ണമാണ്, സ്വർണ്ണം അത്രയും ക്വാളിറ്റി ഉണ്ട്, അതുപോലെ പ്രൗഢി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. വ്യക്തമായിട്ടൊരു വിലക്ക് വരണമെങ്കിൽ ആ വിലക്ക് ഉലമാ പറയണം. അങ്ങനെ വിലക്കിയില്ല എന്ന് മാത്രമല്ല, മഖ്ദൂം തങ്ങളൊക്കെ ഫത്ഹുൽ മീനിൽ അത് അനുവദിക്കും, കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്തോട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യാം. കാശുള്ളവർക്ക് ധരിക്കാം, അത് അതിന് തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ.